പുകക്കുഴൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. പുകക്കുഴൽ നമ്മൾ ലിയോ അടങ്ങിയിരിക്കും. പുകക്കുഴൽ ഈ ഒരു സംഭവത്തിൽ സെറ്റ് ചെയ്യാനുള്ള കാരണം ഇത് നമുക്ക് 10 ഇഞ്ചിൻ്റെ ഇതാണ് കുഴലാണ് വേണ്ടത്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ കുഴൽ നമുക്ക് എവിടെ നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. ആ ഒരു സംഭവത്തിൽ നമ്മുടെ 10 ലിറ്ററിൻ്റെ നെക്സോണിൻ്റെ നെക്സോണിൻ്റെ 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താ പറയുക മോഡുലാർ കിച്ചണല്ലേ, അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ എങ്ങനെ നമ്മൾ കൊടുക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ്, ഇത് പുതിയ ബക്കറ്റ് തന്നെയാണ്, നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ബക്കറ്റ് തന്നെയാണ്. അതിപ്പോൾ മൊത്തം ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ബാക്കിൽ പൊട്ടിച്ച് കളയും, ബാക്കത്തെ സൈഡ്. അപ്പോൾ നമുക്കിവിടെ തുടയ്ക്കാനൊക്കെ ഇനിയിപ്പോൾ അഥവാ നമുക്കൊന്ന് കുറേ ആവിയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് തുടയ്ക്കാനെങ്കിൽ അതിൽ കയറിയിട്ട് നമുക്കിത് സുഖമായിട്ട് തുടച്ച് കളയാം. കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതിലിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിത് അവിടെ കൊണ്ടുപോയിട്ട് വെക്കുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വാ. ഓ എന്താ കാണിക്കുന്നു? അടങ്ങിയിരിക്കുക അടി കിട്ടിരുന്ന്. ഇന്ന് നമ്മളിപ്പോൾ സമയം 7:30 ഉണ്ടോ, 7:30 രാവിലെ 7:00-ക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ല കിഴക്കേ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഉയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മുടെ റോഡിലേക്ക് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പുല്ലുകൾ, അതായത് ഇത് വെറുതെ പൊട്ടി മുളച്ച പുല്ലുകളാണ്. ഈ പുല്ലുകൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലുള്ള പുല്ല് തൽക്കാലം ഒഴിവാക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ ഈ ഭാഗത്ത് ഇവിടെ 2-3 വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പുറത്തൊരു വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അല്ല. ഈ ഒരു ഭാഗത്ത് നമ്മുടെ വീട് കാണിക്കുന്നുണ്ടല്ലേ, വീടിൻ്റെ ആ ഒരു ഭാഗത്തുള്ള എന്താ പറയുക ജനൽ കാണുന്നുണ്ടായിരിക്കും. ജനൽ പൊളി വെച്ച് മാത്രമാണ്. ഇപ്പോൾ അത് ജനൽ പൊളിയിൽ ആ വൈറ്റ് കളറും കൂടി വരുമ്പോൾ അത് ഒന്നും കൂടി എടുത്ത് കാണിക്കും. ഇപ്പോൾ അതിൻ്റെ ബോർഡർ അത്ര കളറ് കൊടുക്കാത്തതുകൊണ്ടാണ്. ബോർഡറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗിയെടുത്ത് കാണിക്കുന്നതാണ് നമ്മളെ വിശ്വാസം. ഇതിൻ്റെ ഒക്കെ നമ്മളെ മനസ്സിലുള്ള ചിന്താഗതികളാട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ ഓരോരോ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഓരോ ചിന്താഗതികളിൽ പറയുന്ന കാര്യമാണ്. ഞാൻ പകൽ സമയങ്ങളിൽ നമ്മളെ വീടിൻ്റെ ജനലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളെ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള കാഴ്ച കാണിച്ചു തരാം. ഇപ്പോൾ ജനലുകളൊക്കെ ഞാനൊന്ന് തുറന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അവിടുന്ന് ഓൾറെഡി സൂര്യൻ്റെ പ്രകാശം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ഈ ഒരു ഇതിൽ കൂടെ നമ്മുടെ ജനലിൻ്റെ ആ ഇത് കാണുന്നുണ്ടല്ലേ, നല്ല രസമാണ്. ഇനി നമുക്കത് നേരെ ഡോറടച്ചിട്ട് കാണിച്ചു തരാം. ഡോറടച്ചാൽ പുറത്തുനിന്ന് ശരിക്ക് ഈ ഒരു സമയത്ത് വേറൊന്നുമില്ല. പക്ഷെ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ ഒരു ലൈറ്റിങ്ങൾ അടിക്കുന്നുണ്ട്. അത് ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പുറത്തുനിന്നുള്ള കാഴ്ച. പുറത്തുനിന്ന് ഈ ഒരു ഭാഗത്തെ വ്യൂ ആണിത്. പകൽ സമയങ്ങളിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഈ ഒരു ജനലിൻ്റെ പൊളി മാത്രം നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് വൈറ്റ് കളറും കൂടി വരുമ്പോൾ ആ ഒരു തീമിൽ ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന ബോർഡർ ഇങ്ങനെ ചതുരത്തിൽ, അതേപോലെ ഈ ഒരു വര, അതേപോലെ ഈ ഒരു തീം, ഇത് മൊത്തം വൈറ്റ് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. തൂണിൻ്റെ കളർ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. എന്താണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെ എക്സ്പെൻസ് കുറച്ച് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. അത് പരമാവധി ചിലവ് കുറച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ എന്താ പറയുക ബാക്കിലുള്ള ജനൽ ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ജനൽ നല്ല ക്ലീനായിട്ട് കാണും. നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞത് ഞാൻ അതൊന്ന് അടച്ചിട്ട് ഞാൻ ആ പുല്ലിൻ്റെ അവിടെ നിന്ന് പോയിട്ട് കാണിച്ചു തരാം. ജനൽ ഇവിടെയൊക്കെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട് കേട്ടോ അല്ലേ. ഇതാണ് ഇതിൻ്റെ ഈ ഒരു സമയത്തുള്ള ഈ ഒരു ഭാഗത്തെ വ്യൂ ആണ്. എന്താക്കണം ഈ ഒരു ഭാഗത്ത് ഒക്കെ ഓരോ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പോലെ അതേ ഓരോ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. പലരും
എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്കൊരു കളർ സെൻസിൻ്റെ കാര്യം അങ്ങനെ സംസാരിച്ചിരുന്നു. പക്ഷേ കളർ സെൻസ് വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു തീം കൊടുക്കാൻ കാരണം ഈ കാണുന്ന ജനലുകൾക്കൊക്കെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറവാണ്. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഉള്ളിലേക്ക് ലൈറ്റ് വരണം, അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഞാൻ പിന്നെയും നമ്മൾ ഒരുപാട് ബഡ്ജറ്റ് ചിലവാക്കുന്നതിനെ പറ്റി നമുക്ക് നമ്മുടെ എന്താ പറയുക കൊക്കിലൊതുങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കളർ ഗ്ലാസ്സിനോട് നമുക്ക് നല്ല താല്പര്യമായിരുന്നു. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ കളർ ഗ്ലാസ്സിനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കളർ ഗ്ലാസിൻ്റെ കാര്യം ഇപ്പോൾ ഒരുപാട് പേര് എൻക്വയറി അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ഒരുപാട് സന്തോഷം. ഇതിനോട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ ഇതിൻ്റെ പ്രൊമോട്ടറൊന്നും അല്ല കേട്ടോ, അതൊന്നും ആരും വിചാരിക്കണ്ട. ഞാൻ കളർ ഗ്ലാസ് കച്ചവടം ചെയ്യുന്നവരോട് അങ്ങനെയൊന്നുമില്ല. നമുക്കത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്കത് കിട്ടും, നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞില്ലേ, 80 രൂപ മഞ്ഞയ്ക്ക്, 65 രൂപ മജന്തയ്ക്ക്, നീലയ്ക്ക് 55, വെള്ളയ്ക്ക് 40, പച്ചയ്ക്ക് 55, ഇങ്ങനെയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പല കടകളിലും പറഞ്ഞാൽ ഇതിലും കുറയാൻ ചാൻസ് ഉണ്ട്. ചില കടകളിലൊക്കെ നിങ്ങളൊന്ന് ശരിക്കൊന്ന് അന്വേഷിച്ചാൽ കിട്ടും. ഇനി അഥവാ അതല്ല നിങ്ങൾക്കതൊരു ഇതാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അടിച്ച് നോക്കിയാൽ മതി. ഓരോ കടകളിലും ഗ്ലാസ് കടേൻ്റെയും റേറ്റ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള ഗ്ലാസ് കടയ്ക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. എല്ലാ കടകളിലും നമ്മൾ ഈ ഒരു പഴയ ഗ്ലാസ് കിട്ടില്ല. അത് കാരണം വേറൊന്നുമല്ല, പഴയ ഗ്ലാസ് അത് എപ്പോഴും കച്ചവടമാവാത്തൊരു സാധനമാണ്. നമ്മൾ ഇതേപോലത്തെ കുറേ കുബുദ്ധിയുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ പെട്ടെന്ന് കച്ചവടമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ റേറ്റ് അങ്ങനെ കൂടുതൽ. ഈ മഞ്ഞയ്ക്ക് ഇങ്ങനെ റേറ്റ് വരാനുള്ള മെയിൻ കാരണം ഞാൻ കാണിച്ചു തരാം. മഞ്ഞേൻ്റെ ഒരു എക്സ്പോസ് ഞാൻ കാണിച്ചു തരാം, എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. ഇത് കണ്ടെങ്കിൽ ഇത് മഞ്ഞ കളറാണ്. ഇത് നിങ്ങൾക്ക് അതിൽ ചെറിയൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും. ഞാനത് കാണിക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ ഈ ഒരു ലെവലിൽ കിട്ടും. അത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണുണ്ടല്ലേ, ഇതിലേറെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ശരിക്കും നോക്കുമ്പോഴും ഈ മൊബൈലിൽ നോക്കുമ്പോഴും രണ്ട് രീതിയിലാണ് കാണുന്നത്. അതിന് പകരം തൊട്ടിപ്പുറത്തൊരു നീല കളറിന് അത്ര എഫക്റ്റ് വരില്ല. മഞ്ഞയുടെ ആ ഒരു എഫക്റ്റ് നല്ല രസമുണ്ട്. നമ്മളെ എന്താ പറയുക, ഒരു വൈബിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഭംഗി മഞ്ഞ കളറിനാണ്. അതുകൊണ്ടാണ് മഞ്ഞയ്ക്ക് അങ്ങനെ അവർ റേറ്റ് കൂട്ടാൻ കാരണം. ഒരേ പ്രിൻറ്റിങ്ങും ഒരേ കളറിങ്ങുമാണ് വരുന്നത്, ഒരേ ചിലവാണ് എല്ലാത്തിനും വരുന്നത്. പക്ഷേ എക്സ്പെൻസ് മാറുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷെ മൊത്തം മഞ്ഞയായി കഴിഞ്ഞാലും ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പല കളറുകൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ ബെഡ്റൂമിലേക്ക് കയറാം. നിങ്ങൾ താഴത്തുനിന്ന് ബെഡ്റൂമിൽ ജനൽ കണ്ടെങ്കിൽ 2 ജനലുകൾ അല്ലേ. ശരിക്കും ഈ ഒരു ഭാഗത്ത് ഈ ഒരു തീമിൽ നമുക്കിത് ഇഷ്ടപ്പെടാൻ കാരണം ഈ റൂമിൽ കണ്ടെങ്കിൽ വേറെ അനാവശ്യമായിട്ട് കർട്ടനോ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് ഞാൻ തന്നെ പറഞ്ഞു വരുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ പുതിയ ആളുകൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും ഓരോരോ കാര്യങ്ങൾ റിപ്പീറ്റായി പോകുന്നത്. ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഈ ഒരു സംഭവമൊക്കെ എന്താ പറയുക, ടൈലിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഇന്നലെ ഭയങ്കര വൃത്തിയാക്കി. ഇനിയിപ്പോൾ ടൈലിൻ്റെ പൊടി ആദ്യം ഇടാൻ കാരണം നമ്മൾ ആ വൈറ്റ് ഇട്ട് പിന്നെ ടൈലും പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് വൃത്തിയേടാവും. അപ്പോൾ ജനലിൻ്റെ വൈറ്റ് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അപ്പുറത്തെ റൂമിൽ ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തെ റൂമിൽ കുറേ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കളർ ഗ്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഈ ഗ്ലാസ് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു മഞ്ഞ കളറാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. എന്നാലും ഇവിടെ ഇരുന്ന് നമുക്ക് സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കും, നല്ല രസമായിരിക്കും അല്ലേ. സൂര്യൻ ഓൾറെഡി ഈ ഭാഗത്തേക്ക് കുറവാട്ടോ. ഇവിടെ ഒരു മരത്തിൻ്റെ ഇതുള്ളതുകൊണ്ടാണ്. മരമില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വൈറ്റിന് പകരം വേറെ കളറാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഒരു ബുക്കൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുക അല്ലേ, നല്ല രസമല്ലേ. ഇനി നേരെ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം, മോൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. മോൻ്റെ ബെഡ്റൂം പലരും പറഞ്ഞു കളറ് ഒരു തീം രസമല്ല. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് അവൻ്റെ ഇഷ്ടത്തിനാണ്, അതായത് മോൻ്റെ ഇഷ്ടത്തിനാണ്. മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ പയ്യനൊന്നുമല്ല, 7 വയസ്സുള്ള പയ്യനാണ്. അവൻ്റേതായിട്ടുള്ളൊരു അവൻ ഉദ്ദേശിക്കുന്ന ഈ റൂം മൊത്തം കറുത്ത പെയിൻ്റ് അടിക്കണം എന്നൊക്കെയാണ്.
അപ്പോൾ പലരും പറയും എന്താ മക്കളുടെ ഇഷ്ടത്തിനാണോ, അതായത് നമ്മുടെ റൂമുകൾ വൃത്തിയുള്ളതാവണ്ടേന്നൊക്കെ. പക്ഷേ ഓരോ വീട്ടിലും നമുക്ക് നമ്മളതായിട്ടുള്ള ഓരോ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിനും കൂടി കുറച്ച് നമ്മൾ ഇത് കൊടുക്കണം എന്നാണ്. കാരണം നമ്മളത് നീല കളർ അവൻ പറഞ്ഞു, അവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആകെ വരുന്നത് ഒരു 300-400 റുപ്യേൻ്റെ പെയിൻറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവനത് പറ്റിയില്ല, നമുക്ക് ഭാവിയിൽ അത് മാറ്റണം തോന്നിയാലും നമുക്ക് അത്ര ചിലവ് അതിന് വരുന്നുള്ളൂ. പക്ഷേ ആ ഒരു സന്തോഷം അവിടെ എന്നും അവരുടെ മനസ്സിലുണ്ടാവും. പിന്നെ അതേപോലെ അവനെന്തോ അതിലൊരു ചിത്രം വരയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ചിത്രം വരയ്ക്കാൻ, ചെറുതായിട്ടൊക്കെ ചിത്രം വരയ്ക്കാൻ അവനറിയാം. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു മരങ്ങളും കാര്യങ്ങളൊക്കെ അവൻ ചെയ്യണം എന്നുള്ള കമ്പത്തിലാണ്. അപ്പോൾ അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടാം. കാരണം അത് വിജയിച്ചാലും ഇല്ലെങ്കിലും, അതിപ്പോൾ അവൻ വരച്ചത് വിജയിച്ചാലും ഇല്ലെങ്കിലും നമ്മളത് അവന് ചെയ്യാനുള്ളൊരു സ്ഥലം, നമ്മൾ ഏരിയ കൊടുക്കുക. നമ്മളെല്ലാവരുടെ വീട്ടിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മക്കൾ ചുമരിൽ അവിടെ ഇവിടെയൊക്കെ വരയ്ക്കുന്ന കാര്യം. പലരും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് വരയ്ക്കലിട അത് സത്യം തന്നെയാണ്. നമ്മളത് എക്സ്പെൻസ് അത്രയും കൊടുത്തിട്ടാണ് ആ ഒരു ഏരിയ നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ വരയ്ക്കുന്ന സമയത്ത് അവർക്ക് ആഗ്രഹം, ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വരയ്ക്കാനൊന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഏരിയ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവൻ്റെ ഇഷ്ടത്തിന് ഇനി അതിൽ എന്താ വെച്ചാൽ വരയ്ക്കട്ടെ. അത് നന്നായാലും ഇല്ലെങ്കിലും നമുക്കത് അത്രയും അടിപൊളിയായിട്ട് അവിടെ രസം. പിന്നെ ഒരു 7 വയസ്സുകാരൻ്റെ ആഗ്രഹമല്ലേ, ആ ഒരൊറ്റ ആഗ്രഹത്തിലാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓൾറെഡി നമുക്കും ഇങ്ങനെ ഒരു ഡാർക്ക് റൂം വേണം, അതായത് കുറച്ച് ഇരുണ്ട റൂം പലരും ചിന്തിക്കും അത് എന്തൊരു ഡാർക്ക് റൂം, അങ്ങനത്തെ അതൊരു നല്ല കൺസെപ്റ്റ് അല്ല എന്നുള്ളത്. അത് പലർക്കും പല ചിന്താഗതികളാണ്. ഇതിപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾ ഈ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. ഈ ഷീറ്റ് വാങ്ങിയത് വേറൊന്നിനുമല്ല, നമ്മുടെ അടുക്കളയിലുള്ള ഷെൽഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഷെൽഫ് കൊടുക്കാൻ ഇതിന് 8x4 ഒരു ഷീറ്റിന് നമുക്ക് വന്നിട്ട് 2200 രൂപയാണ് ഒരു ഷീറ്റിന് കേട്ടോ. അങ്ങനെ 2 ഷീറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഈ ഡോറിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഓരോ ഡോറിൻ്റെ റേറ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനുള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് വീതി കൂടുതൽ, ഒന്ന് വീതി കുറവാണ്. അതായത് നമ്മുടെ ബാത്റൂം അങ്ങനെയാണ്, ഒന്ന് വീതി കൂടുതൽ, ഒന്ന് വീതി കുറവാണ്. അപ്പോൾ ഇത് 25 സൈസാണ്, ഇത് 30 സൈസാണ്. വലുത് 30 സൈസും ഇത് 25 സൈസും. ഇതിന് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഡോറിന് ഏകദേശം 1500. ഇതിൻ്റെ ഫിറ്റിങ്സ് അടക്കം കേട്ടോ, എല്ലാം കൂടി അടക്കം ഒരു ഡോറിന് 1500 രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 3000 രൂപ മൊത്തത്തിൽ ചിലവായി. അതിൽ ഈ ഒരു സംഭവത്തിന് ഇതിലിവിടെ നമ്മൾ ഗ്ലാസ് കുറച്ച് മുൻപ് കട്ട് ചെയ്ത് വെച്ചാട്ടോ. ഈ ഗ്ലാസ് കണ്ടങ്ങൾ, ഇതിന് വലിയ ചിലവൊന്നുമില്ല. നിങ്ങളെ വീട്ടിലുള്ള പഴയ ഗ്ലാസ്സുകളൊക്കെ എടുത്തിട്ട് ഇതേപോലെ ചെയ്യാം. ഇതിപ്പോൾ വേറൊന്നിനും വേണ്ടിയിട്ട് ചെയ്തതല്ല. നമ്മുടെ ബാത്റൂമിൻ്റെ ചുമരിൽ ഞാനത് കാണിച്ചു തരാം. ഇതിപ്പോൾ ബാത്റൂമിൻ്റെ ചുമരാണ് വിചാരിക്കുക. അവിടെ നമ്മൾ ഈ മൂലയ്ക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിലൊരു സോപ്പ് വയ്ക്കാൻ, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ, മറ്റേ പേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഹാൻഡ് വാഷ്, അങ്ങനെ ഓരോ സാധനങ്ങൾ നമുക്ക് ചുമരിൽ വയ്ക്കാൻ ഇതേപോലെ ഇങ്ങനെ വെക്കാം. നമ്മൾ ക്ലാമ്പ് കൊടുക്കാൻ ഒരു ക്ലാമ്പിന് 40 രൂപയായിട്ടാണ് വരുന്നത്. അപ്പോൾ 2 ക്ലാമ്പ് ഒന്നിന് വരും. ഗ്ലാസ് കട്ട് ചെയ്യാൻ ആകെ 15 രൂപയേ ഉള്ളൂ. ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ഗ്ലാസ്സുകൾ, ഒരുപാട് ഗ്ലാസ്സുകൾ നമ്മുടെ അടുത്ത് വീട്ടിലുണ്ടാവുന്നല്ല, പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പഴയ കടകളിൽ പോയാൽ വെറുതെ കിട്ടും. നിങ്ങൾക്ക് ഒരു പൈസയും കൊടുക്കണ്ട. കാരണം അവർക്കത് ഡെഡാണ്, ഒരു ഉപയോഗമില്ലാതെ കിടക്കുന്ന സാധനങ്ങളാണ്. ഇത് നമ്മുടെ TV ഉണ്ട്, അത് വെറുതെ ഒരു നീലടിച്ച് നോക്കിയതാണ്. അന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ള പ്ലാനായിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ബെഡ്റൂമിലേക്ക് പോയി. അതിൻ്റെ ആ സൈഡിലുള്ള ജനൽ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പുറകിലുള്ള കാഴ്ചയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള കാഴ്ചകളാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ബെഡ്റൂമിൻ്റെ ഡോർ ഇവിടെ സെറ്റായി കിടക്കുന്നുണ്ട്. ഇതൊരു കണ്ണാടിയാണ്. കണ്ണാടി നമ്മൾ ബാത്റൂമിൽ മൊത്തം ഒരു ചുമര് മൊത്തം കണ്ണാടി, ആ ഒരു കണ്ണാടി കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. ഇതേപോലത്തെ കണ്ണാടിയൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാം. വലിയ റേറ്റ് ഒന്നും വരില്ല. ഒരു 10-500 റുപ്യൊക്കെ ഒരു ചുമരിന് മൊത്തം വരും. ചുമരിനല്ല, ഈ ഒരു ഏരിയ ഇത്ര വലുപ്പത്തിൽ കിട്ടുള്ളൂ. അത് തിക്നെസ് അനുസരിച്ചാണ്. തിക്നെസ് കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടി വരും. അതൊക്കെ എനിക്ക് അറിയാലോ എന്ന് ആരും പറയണ്ട, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് കണ്ടെങ്കിൽ അടിയിൽ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു കബോർഡിൻ്റെ ആ ഒരു പീസാണ് ഈ കാണുന്നത്. ഈ കബോർഡിൻ്റെ പീസ്, ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക്, ഇത് പുതിയത്, ഈ ഒരു സാധനം മാത്രമാണ് നമ്മൾ പുതിയത് വാങ്ങിയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇത് പഴയതാണ്. ഈ സാധനം പഴയതാണ്. ഇത് നമുക്ക്
ഈ ഒരു സംഭവവും പിന്നെ ഒരു അലമാരയും അങ്ങനെ രണ്ട് ഷെൽഫ് ഒരു അലമാരയും നമുക്ക് ആകെ 4000 രൂപയ്ക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊരു പുതിയൊരു സാധനം തന്നെ നമ്മുടെ വീട് പണി നടക്കുന്ന സമയത്ത് കിട്ടിയപ്പോൾ നമ്മളത് വാങ്ങിയതാണ്. കാരണം ഇതൊക്കെ നമ്മൾ എക്സ്പെൻസ് ഒരുപാട് വരും നമുക്ക് ആദ്യമേ അറിയായിരുന്നു. എങ്ങനെയായാലും ഇത്രയും ഏരിയ, ഈ ഒരു 2 ഏരിയ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 35 രൂപേൻ്റെ മേലെ പണിക്കൂലി വരും. അതായത് എല്ലാം കൂടി വരും, സാധനങ്ങളടക്കം. ഇല്ലയെന്ന് പറയുന്നവരുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇത്രയും ഏരിയ, അതായത് ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞുതരാം, ഒരു 20, 5, 8, ഒരു 10 അടിയുടെ 2 ഷെൽഫ് ചെയ്യാൻ ഒരു 25-30 രൂപേൻ്റെ അടുത്ത് ആവില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അത് അതിലും കുറഞ്ഞ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പല കാര്യങ്ങളും പല സാധനങ്ങൾ ചെയ്യുന്നവരുണ്ടായിരിക്കും. ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഞാൻ പറഞ്ഞേ, ഇതിൽ ഓരോ കമൻറ്റ് ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. ഇതിപ്പോൾ എന്നോട് എന്താ പറയുക, ഞാനിങ്ങനെ ചെയ്തു എന്നുള്ള വെല്ലുവിളിയും വാദമൊന്നുമല്ല. നമുക്ക് ആ ഭാഗ്യത്തിന് ആ സമയത്ത് കുറച്ച് ഷെൽഫും കാര്യങ്ങളും കിട്ടിയതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പെൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതെനിക്ക് മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ എക്സ്പെൻസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇതിപ്പോൾ 2500 റുപ്യേൻ്റെ ഒരു ഷീറ്റാണ് അടിയിൽ വരികയായിരിക്കാം. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പഴയ തന്നെയാണ് കേട്ടോ. ഇനി അതിൻ്റെ ഓടാമ്പലും കയ്യും എല്ലാം കൂടി പണിക്കൂലി അടക്കം, പണിക്കൂലി ഇപ്പോൾ ഒരു 2000 രൂപ. ഇതിപ്പോൾ ഇന്നലെ ഒരൊറ്റ ദിവസത്തെ പണിയാണ്, ഒറ്റ ദിവസം വന്നിട്ടില്ല മൊത്തത്തിൽ. ഈ ഒരു സംഭവം ചെയ്യുന്നതിന് എൻ്റെ അഭിപ്രായത്തിലൊരു 6000 രൂപ, മാക്സിമം പോയാൽ 6000 രൂപ, അതിൻ്റെ മേലേക്ക് വരില്ല എല്ലാം കൂടി ചേർത്താൽ. അതേപോലെ ഇതിൽ മേലെ നമ്മൾ ഓൾറെഡി ഇരുമ്പ് വെച്ച് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ വി ബോർഡായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ഇവർ ഈ ഒരു ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇതിനിപ്പോൾ ആകെ 2200 റുപ്യയുള്ളൂ. ആ ഒരു ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും ബാക്കി ഷീറ്റ് ഉണ്ടാവും കേട്ടോ. ഇതിൽ കൊടുത്തു കഴിഞ്ഞാലും ബാക്കി ഷീറ്റ് ഉണ്ടാവും. കാരണം ഇപ്പോൾ അവിടെ നമ്മൾ ഇതിൽ ചെയ്തതിൽ പിന്നെയും ബാക്കിയുണ്ട്. അത് നമുക്ക് അവിടെ സിങ്ക് വരുന്നുണ്ട്, സിങ്കല്ല വാഷ് ബേസിൻ വരുന്നുണ്ട്. വാഷ് ബേസിനിൽ നമ്മൾ അതേ ഷീറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. പരമാവധി നമ്മൾ മരത്തിൻ്റെ തീം തന്നെ കൊടുത്ത് ഫുള്ള് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊടിയൊക്കെ നമ്മൾ അടിച്ച് വാരി വൃത്തിയാക്കി നല്ല സൂപ്പറാക്കി ഇടണം എന്നുള്ള പ്ലാനിലാണ്. ഇവിടെയൊക്കെ നമ്മൾ അതിൻ്റെ ജനൽ പൊളീൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, രണ്ടും നീക്കുന്ന തരത്തിലുള്ളതാണ്. കാരണം ഓൾറെഡി ആ ഒരു നീക്കുന്ന തരത്തിലുള്ള കൊടുക്കാൻ കാരണം ഈ ഒരു ഭാഗം വരെ നമുക്ക് കാറ്റുള്ളിലേക്ക് കിടക്കാൻ പാടില്ല. അപ്പോൾ അത് വൈഫിനൊക്കെ ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സൈഡ് മൊത്തം കവർ ചെയ്തിട്ട്, പകൽ സമയങ്ങളിൽ എന്തായാലും ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് കയറി നമ്മളെ ഗ്യാസ് കെടും. ഗ്യാസിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സോസ്റ്റ് കൊടുക്കാനുള്ള ഏരിയയാണിത്. ഇത് എക്സോസ്റ്റ് മേലേക്ക് പോയി ഇത് കൂടെ ഇവിടെയാണ് നമ്മൾ തുളയ്ക്കാൻ പോകുന്നത്. ചുമര് അവിടെ തുളച്ച് ഉള്ളിലേക്ക് പോകാനുള്ളൊരു ഏരിയ ഞാൻ ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പെയിൻറ്റ് ബക്കറ്റ് പുതിയത് തന്നെ കൊടുക്കാൻ, പഴയത് നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ പഴയത് നമ്മൾ വെറുതെ ഒരു പഴഞ്ചൻ സാധനം കയറ്റിയിട്ട് അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലിപ്പോൾ ഇവിടെ എക്സോസ്റ്റ് കൊടുക്കാനുള്ള കറണ്ട് ഇവിടെ കണ്ടെങ്കിൽ പ്ലഗ് പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് സ്വിച്ച് ഇവിടെ ഈ ഒരു ഭാഗത്ത് വരും. ഇതിപ്പോൾ ഈ ബക്കറ്റ് ഇതിൽ ഇറങ്ങുന്നുണ്ട്. ഇതല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മളിത് തുളയ്ക്കും. ഈ ചുമര് ഇവിടെ തുളച്ചിട്ട് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കും. എന്നിട്ട് എക്സോസ്റ്റ് ആ ചുമരിൽ എക്സോസ്റ്റ് ഇതാണ് എക്സോസ്റ്റ് കേട്ടോ. ഈ എക്സോസ്റ്റാണ് കൊടുക്കുന്നത്. ഇത് നമ്മളിവിടെ ഇവിടെ വയ്ക്കും, ഇവിടെ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ആ ഒരു സംഭവം സെറ്റായില്ലേ. അതിന് ശേഷം നമ്മൾ ഇതിനൊരു കവർ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്കിത് തുറക്കാനും അടയ്ക്കാനും പറ്റണം. അഥവാ ഈ ഒരു സംഭവം കേടുവരുന്ന സമയത്തൊക്കെ നമുക്കത് തുറക്കലും അടയ്ക്കലും മസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇതിനൊരു കവർ ചെയ്തിട്ട് അതിന് മാത്രം ഇത് നമുക്ക് തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റും. അങ്ങനെയായിരിക്കും. പക്ഷേ ഇവിടെ മാത്രം മൊത്തത്തിലൊരു ഷീറ്റ് കൊടുക്കാതെ, മൊത്തത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു നീരാവിയിൽ കിടക്കും. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയൊരു ഇവിടുന്ന് തന്നെ തുടങ്ങിയാൽ മതി. ഇവിടുന്ന് തന്നെ തുടങ്ങിയിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ തുടങ്ങിയിട്ട് നേരെ ഒരു പെട്ടി പോലെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡോറ് കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ ബിൽഡിങ്ങിൻ്റെ അവർ വന്നിട്ട് അവരെന്താണ് കൺസെപ്റ്റ് അത് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതൊക്കെ നമ്മുടെ ഓരോ ഐഡിയകളിൽ പറഞ്ഞ ചിന്താഗതികളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിപ്പോൾ നമ്മളിവിടെ കൊടുക്കുകയാണ്, പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത്ര ഭാഗം ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അപ്പോൾ പുറത്ത് എന്തായാലും ഈ ഒരു ഇത്രയും ഭാഗം പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ ചുമരിലേക്കും അതിൻ്റെ നീരാവിയും കാര്യങ്ങളും വരില്ല. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മെഷീനും കൊണ്ട് ഇവിടെ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഇതിന് ഒരു വൈറ്റ് കളറോ അല്ലെങ്കിൽ ഒരു റെഡ് കളറോ കൊടുത്തിട്ട് പുറത്തുനിന്ന് കാണുന്ന ഭാഗത്ത് റെഡ് കളർ എന്തെങ്കിലും കൊടുത്തിട്ട് നല്ല വൃത്തിയാക്കി വയ്ക്കും.
ഇതിവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിടുത്തുണ്ടായിരിക്കും. ഉള്ളിൽ സിമെൻറ്റൊക്കെ ഇട്ട് നല്ലോണം സെറ്റാക്കിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെയാണ്. അത് പുറത്തേക്ക് നമ്മുടെ ആ ചുമരിൻ്റെ പുറത്തേക്ക് പോകും. എക്സോസ്റ്റ് കൊടുക്കുന്നത് ഇതൊക്കെ എക്സ്പെൻസ് കുറഞ്ഞ കാര്യങ്ങളാട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്നത് 30,000 20,000 ഒക്കെ കൊടുത്ത് നമ്മുടെ എന്താ പറയുക മോഡേൺ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ചെയ്യുന്നത് സെയിം പരിപാടി തന്നെയാണ്. അതിൽ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കുറേ മോഡലുകൾ ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാതിരിക്കാനുള്ള കാരണമൊന്നുമില്ല. കാരണം അതിലും എക്സോസ്റ്റ് തന്നെയാണ് വരുന്നത്, ഇതിലും എക്സോസ്റ്റ് തന്നെയാണ്. അതൊരു കുറച്ച് ഭംഗി ഉണ്ടായിരിക്കുന്നു മാത്രം. അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും പറയുന്നത് ബഡ്ജറ്റ് ഒരുപാട് ഇറക്കുന്നവരെ ഉദ്ദേശിച്ചല്ല. നമ്മുടെ സാധാരണക്കാർ വീട് വയ്ക്കുമ്പോൾ അവർക്ക് എങ്ങനെ എക്സ്പെൻസ് കുറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തള്ളിവിടാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ കൊടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ നമുക്കത് എന്ത് വർക്കാണെങ്കിലും നമുക്കത് ഓണാക്കിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഉള്ളിലേക്ക് കയറും. നമ്മുടെ വീട്ടിൽ വെറുതെ ഒരു അടുക്കള കത്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലേക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പരമാവധി പല എന്താ പറയുക ലേഡീസിനാണ് ഇത് കൂടുതലായിട്ട് മനസ്സിലാവുക. കാരണം അവരാണിത് ഒരുപാട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒന്നും ജനലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ജനൽ പൊളി വെക്കാനുണ്ട് ഇവിടെയൊക്കെ. ബാക്കി നമുക്ക് മച്ചിൻ്റെ മേലേക്ക് കയറി നോക്കാം. മച്ചിൻ്റെ മേലെ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സംഭവം കണ്ടോ, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് തുറക്കാനുള്ള കേട്ടോ. അത് നമ്മുടെ മച്ചിൻ്റെ മേലെ നമ്മളൊരു റൂമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ റൂമിൽ നിന്ന് പുറത്തേക്ക് തുറക്കാനുള്ള വാതിലാണത്. വാതിൽ പറഞ്ഞാൽ ജനൽപ്പൊളി അതിലിഞ്ഞ് ഇതാക്കാനുണ്ട്. മച്ചിൻ്റെ കോണിയൊക്കെ ആകെ ചളി വിളിയായിട്ടോ. ഇതുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ കാണിച്ചെന്നൊന്നും അറിയില്ല. ഞാൻ അതിൻ്റെ ഒറിജിനൽ പീസ് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ മച്ചിൻ്റെ കോണീൻ്റെ കൈ കേട്ടോ. കൈ വീട്ടിയാണ്. വീട്ടി കിട്ടിയപ്പോൾ നമ്മൾ വീട്ടിയുടെ പീസ് തന്നെ വേണം. ഇതിപ്പോൾ ഈ ഒരു പീസ് കണ്ടോ ഇവിടെ കണ്ടോ, ഇതൊരു ചെതലൊക്കെ പിടിച്ച് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശത്തിൽ ഞാൻ വീട്ടിയുടെ പീസ് തന്നെ വേണം നമുക്ക് വെക്കാൻ എന്നുള്ള ഉദ്ദേശത്തിൽ ഒരുപാട് മില്ലിലൊക്കെ പോയി അന്വേഷിച്ചു. ആദ്യം പഴയത് നോക്കിയില്ല കേട്ടോ. പഴയത് കിട്ടില്ല. കാരണം അങ്ങനെ ഒരു പീസ് പഴയത് കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പ്ലെയിൻ ചെയ്തിട്ട് വേണം തരാൻ. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത്. ഇതിന് 6 പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 5 പീസ് മതി നമുക്ക്. 6 പീസിന് 600 രൂപയാണ് വന്നിട്ടുള്ളത്. പ്ലെയിൻ ചെയ്ത് നല്ല അടിപൊളി കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട്. അത് എല്ലാ ഷോപ്പിലും ഈ സംഭവം അവൈലബിൾ അല്ല. കാരണം വീട്ടിയുടെ മരം കൊണ്ട് പണിയെടുക്കുന്നവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. തേക്കാണ് ഇവിടെ കൂടുതലുള്ളത്. നിലമ്പൂർ തേക്ക്. അപ്പോൾ ഇത് വീട്ടിൽ ചെയ്യാനുള്ള കാരണം ഇതും മൊത്തത്തിൽ വീട്ടിയായും കൊണ്ടാണ്. ഇനി നേരെ ഇത് ഈ ഒരു ഭാഗത്തേക്ക് കൊടുക്കും അല്ലേ, ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് കൈവരി പലർക്കും കണ്ടാൽ മനസ്സിലാവാത്തുണ്ടാവും. അതുകൊണ്ട് കാണിച്ചു തരാം. ഇതേപോലെ അങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ പുറത്തേക്ക് തള്ളു കേട്ടോ. പുറത്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. ഒരു പഴയ ട്രഡീഷണൽ ലുക്കിൽ തന്നെ അത് ഇരുന്നോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതിന് നമ്മൾ കൊടുത്ത റേറ്റ് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു കൈവരി ഒരുപാട് പിന്നാലെ നടന്നിട്ട് കിട്ടിയ സാധനമാണ്. ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് 900 അല്ല, ഇതിന് 500 രൂപയാണ്. ഈ കോണി, ഇത്രയും വലിയൊരു കോണി നമ്മൾ വാങ്ങിയതിന് 900 രൂപയാണ്. അത് ആരും തള്ളാണെന്ന് വിചാരിക്കരുത്. പഴയ സാധനത്തിന് നിങ്ങൾ ആൻറ്റിക് എന്ന് പറഞ്ഞ പേരിട്ട് കഴിഞ്ഞാൽ അതിന് ഭയങ്കര റേറ്റായിരിക്കും. അതിനു വേണ്ടി അത് പഴയത് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്നതായിരിക്കും വില. കാരണം ഇത് ഇപ്പം ഞാനോ നിങ്ങളോ വാങ്ങിയിട്ടില്ല, പഴയത് കടയിൽ നിന്ന് ഞാനോ നിങ്ങളോ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പൊളിച്ച് മാറ്റപ്പെടുന്ന ഒരു സാധനം മാത്രമായി മാറും. അല്ലാതെ ഇതിനെക്കൊണ്ട് അവരൊരു ആൻറ്റിക് പരിപാടിയൊന്നും ചെയ്യില്ല. നമ്മളെ ഉദ്ദേശത്തിൽ നമ്മൾ ഒരു 10-100 വർഷം പഴക്കമുള്ള സാധനങ്ങളായിരിക്കണം, പഴയ സാധനങ്ങളായിരിക്കണം. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മളെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് നമ്മൾ ഈ ഒരു സംഭവത്തിലേക്ക് എത്തിയത്. അതെന്തായാലും വിജയിച്ചു എന്നാണ് നമ്മളെ വിശ്വാസം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം ഇത് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഏരിയയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയൊരു ഏരിയയാണിത്. ഇതാദ്യം ഞാൻ പറഞ്ഞിരുന്നു വേറൊരു ഡോറായിരുന്നു. സാധാരണ ഒരു മരത്തിൻ്റെ പഴയൊരു ഡോറായിരുന്നു വെച്ചിരുന്നത്. അതന്ന് ഞാൻ 2000 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. അതിപ്പോൾ താഴത്ത് കിടക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വാങ്ങിയത് നമ്മൾ 6000 രൂപ കൊടുത്തിട്ടാണ്. 6000 രൂപ. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് 6000 രൂപ കൊടുത്തിട്ട് എന്തിനാണ് അതിങ്ങനെ വാങ്ങേണ്ട ആവശ്യം, പഴയതല്ലേ എന്നൊക്കെ. ഇത് 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഞാൻ വീട് പൊളിച്ചത് കണ്ട് അവിടെ നിന്ന് എടുത്തതാണ് സാധനം. ഇതിനോട് നമുക്ക് കൂടുതലും കമ്പുള്ളത് നമുക്കിങ്ങനെ തിരുകുറ്റി വാതിലാണിത്. തിരുകുറ്റി വാതിൽ ഇപ്പോൾ ഇങ്ങനത്തെ വീടുകളൊക്കെ കുറവാണ്. നമ്മുടെ
ബിജു ഏട്ടൻ്റെ വീട്, നമ്മുടെ ചാനലിൽ തന്നെ ബിജു ഏട്ടൻ്റെ വീട്, പുതിയ വീട് ഇപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒരു സൗണ്ട് കേട്ടങ്ങൾ, ഇതൊരു പഴയ ഒരു ട്രഡീഷണൽ താല്പര്യമാണ് നമ്മൾ, അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ. ഇനി നേരെ പുറത്തേക്കുള്ള വാതിൽ അല്ലേ. ഇതിൽ ഞാൻ ഒരുപാട് വർക്കൊന്നും ചെയ്തില്ല കേട്ടോ, ഞാൻ തന്നെ സാനിറ്റർ അടിച്ച് ഒന്ന് മിനുസപ്പെടുത്തിയെന്ന് മാത്രം. ഇനിയൊന്ന് ചെറുതായിട്ട് പോളിഷ് ചെയ്യണമെങ്കിൽ പോളിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പെയിൻറ്റ് അടിക്കാതിരിക്കാനാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിങ്ങനെ ചാടി കിടക്കണം എന്നുള്ളത്, നമ്മൾ ബാൽക്കണിയിലേക്ക് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ മക്കളൊക്കെ ഓടിച്ചെന്ന് ബാൽക്കണിയിലേക്ക് പോകുന്നൊരു ശീലമുണ്ട്. അത് വേണ്ട, അങ്ങനെ ചെയ്യണ്ട. നമ്മളിങ്ങനെ പതുക്കെ ചാടി കയറുമ്പോഴേക്കും നമ്മൾ ഫാമിലി എല്ലാവരും ഒക്കെ കാണുന്നൊരു ഏരിയയാണ്, മൊത്തം തുറന്ന് കിടക്കുന്ന ഏരിയ കൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് വിസിബിളാണ് അല്ലേ. അത് ആ ഒരു ഉദ്ദേശത്തിലാണ് ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു നീളത്തിലുള്ളൊരു ചെറിയൊരു കുഞ്ഞൊരു ബാൽക്കണി. ഈ ബാൽക്കണീൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓരോ കാര്യങ്ങളും ഇട്ടിരുന്നു. ഈ ഒരു ഭാഗം മൊത്തം പക്ക ട്രഡീഷണൽ ആട്ടോ, കാരണം ഇവിടെ ജാളിയൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുള്ളതാണ്. ജാളിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. 35 രൂപയാണ് ഒരു ജാളിക്ക് വരുന്നത്. ജാളിയുടെ ഒരു ചാക്ക് സിമെൻ്റ് അല്ല, പശ, നമ്മുടെ ടൈലൊട്ടിക്കുന്ന പശ, പിന്നെ ഒരു ചാക്കല്ല 2 ചാക്ക് കേട്ടോ. പിന്നെ പണിക്കൂലി 2 ദിവസത്തെ പണിക്കൂലി 1600 രൂപ പണിക്കൂലി വന്നിട്ടുണ്ട്. 2600 രൂപ പണിക്കൂലി വന്നിട്ടുണ്ട് 2 ദിവസത്തിന്. ഒരാളെന്നെ പണിയെടുത്തത്, നൗഷാദ് പറഞ്ഞിട്ടുള്ള ആളാണ് പണിയെടുത്തിട്ടുള്ളത്. പിന്നെ മേലേക്കുള്ള കോണിയാണിത്. മേലേക്കുള്ള കോണി ഇവിടെ ഒരു 2 ജാളി കൊടുത്തിട്ടുണ്ട്. ഇവിടേക്കുള്ള ജനൽ അടങ്ങിക്കില്ലയോ, ഇവിടേക്കുള്ള ജനൽ നമ്മൾ ഇതുണ്ടെങ്കിൽ 2 പൊളി ജനലാണ്. 2 പൊളി ജനൽ. ഇതും ഫാബ്രിക്കേഷൻ്റെയാണ്. ഇതും പല പല കളറിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. പല പല കളറിൽ ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത് നല്ല വൈബായിരിക്കും. അതായത് പുറത്തേക്ക് തുറക്കണം, ജാലകം എന്നുള്ള ആ ഒരു പേരിൽ തന്നെ അവിടെ വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ചുമര് കണ്ടെങ്കിൽ, ഈ ഒരു ചുമര് ഞാൻ ഇതിന് മുൻപ് ഞാൻ പ്രൊജക്ടർ അടിച്ച് കാണിച്ചു തന്നിരുന്നു. ഇത് നമ്മുടെ തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ടറാണ്. അത് ഒന്നും കൂടി ഒരു വൈറ്റ് കൂടി അടിക്കണമെന്നുള്ള സംശയമുണ്ട് നമുക്ക്. ഒന്നും കൂടി അടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും അല്ലേ. കാരണം അവിടെ നല്ലോണം തിയേറ്ററായിട്ട് കാണാനുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ പ്രൊജക്ടറും കാര്യങ്ങളും കൊടുക്കുക. പ്രൊജക്ടർ സ്പീക്കർ ഇവിടെ കൊടുക്കും. ഒരു സ്പീക്കർ അവിടെ കൊടുക്കാനുള്ള ഒരു ഹോള് കണ്ടെങ്കിൽ, ചെറിയൊരു കുഞ്ഞ് ഹോള് കണ്ടിട്ടുണ്ടാവും, ചെറിയ കുഞ്ഞ് സ്പീക്കർ. ഇവിടെ ഒരു സ്പീക്കർ. നമ്മുടെ അടുത്ത് ആകെ ഉള്ളത് 2 സ്പീക്കർ, 2-in-1 ഒരു സ്പീക്കറാണുള്ളത്. അതൊന്നും അനാവശ്യമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് സാധനം. അതുതന്നെയാണ് അവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള പ്ലഗും കാര്യങ്ങളൊക്കെയാണത്. ഇത് നമ്മുടെ ആദ്യമുള്ള ഒരു കൺസെപ്റ്റായിരുന്നു, നമ്മളൊരു തിയേറ്റർ സെറ്റപ്പ് ഇവിടെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഉദ്ദേശം. അപ്പോൾ അത് നമ്മൾ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അത് ഞാൻ വാങ്ങിയിട്ടുള്ള കുറഞ്ഞ വിലേൻ്റെ കേട്ടോ. നല്ല സാധനങ്ങൾ, അടിപൊളി സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ എനിക്കത് വലിയ നഷ്ടം വന്നിട്ടില്ല. ഏകദേശം 7000 രൂപയുടെ ഒരു സാധനമാണ്. പക്ഷേ അതെനിക്ക് 2.5 കൊല്ലത്തിൻ്റെ മേലെയായി ഞാൻ യൂസ് ചെയ്യുന്നു. അതൊക്കെ തന്നെ വലിയൊരു കിട്ടലാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉള്ള പോലെ ചെറിയ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പറ്റും എന്നുള്ള ഇതാണെങ്കിൽ നമ്മൾ നടത്തി കാണിക്കുക. അതിപ്പോൾ ഒരു TV വാങ്ങുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 10,000 രൂപ വേണം അല്ലേ. ഇത് ഈ ചുമര് മൊത്തം സിനിമ പോലെ കാണാൻ പറ്റും. ഇതിൻ്റെ മേലേക്കുള്ള കാഴ്ച ഇതുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കുള്ള അടിപൊളി വ്യൂ കണ്ടെങ്കിൽ എന്താ ഭംഗിയില്ല കാണാൻ. പുറത്ത് കാണുമ്പോൾ നല്ല അവിടെ ഒരു പണി നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. നമ്മുടെ വീടിൻ്റെ നിഴലാണ് ഈ കാണുന്നത്. തലയെടുപ്പോട് കൂടി ഒരു ആന നിൽക്കുന്ന ആ ഒരു വൈബിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ അത് ഞാൻ തന്നെ എൻ്റെ വീടിനെ ഇങ്ങനെ തള്ളാന്നാരും വിചാരിക്കണ്ട. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും നമ്മുടെ ചിന്താഗതികളും എന്താ പറയുക, ഒരു വീടിൻ്റെ സ്വപ്നം, അതൊരു പുറത്തുനിന്ന് കാണുന്നൊരു വ്യക്തികൾക്ക് അതിനെ എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പലരും വിചാരിക്കുന്നുണ്ടാവും, അയ്യോ എന്താ ഇപ്പോൾ ഒരു വീടുണ്ടാക്കല്ലേ എന്നൊക്കെ. പക്ഷേ ഒരു വീടുണ്ടാക്കുന്ന ഏതൊരു വ്യക്തിയോടും ചോദിച്ചാൽ മനസ്സിലാവും, അവിടെ ഓരോ വർക്ക് നടക്കുമ്പോഴും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു വർക്ക് അത്രയും സന്തോഷത്തോടു കൂടിയായിരിക്കും ചെയ്യുന്നത്. അല്ല എന്ന് പറയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത് എത്രത്തോളം ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനൊക്കെ ഓരോ കല്ല് വെക്കുന്ന പോലെ നമ്മൾ നോക്കി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും നമ്മളോട് പറയുമ്പോഴും നമുക്ക് ഭയങ്കര ഊർജ്ജം കേട്ടോ. അതായത് ഇങ്ങനെ ഞാൻ ഈ ഒരു വർക്ക് ഞാൻ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ മച്ചിൻ്റെയൊക്കെ കാര്യം കണ്ടില്ല നിങ്ങൾ. മച്ചിൻ്റെ ഞാൻ ഇപ്പോൾ നേരത്തെ ഇതുവരെ കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് പുതിയ കാണുന്ന ആളുകൾക്ക് കാണിച്ചിട്ടില്ല. ഈ മച്ചിൻ്റെ വർക്ക് ഞാൻ ഓരോ വർക്കും ഞാൻ ഇരുന്ന് കണ്ട് അത്രയും ആസ്വദിച്ചിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ പലകെടുന്നതും പലകെട്ട് ഇതിൽ കൂടെ നടക്കുന്നതും പല ആളുകളും ആദ്യമൊക്കെ വന്ന് ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ്
ഇതിപ്പോൾ എന്താ അത് കാട്ടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും മനസ്സിലാവാത്തൊരു രീതിയിലായിരുന്നു. ഇപ്പോഴാണ് എല്ലാവർക്കും ഇതിങ്ങനെ ഒരു മച്ചാണ്, ഇത് കൂടെ നടക്കാം. ഞാനും എൻ്റെ വൈഫും ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇതിൽ ഓരോ വർക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴോ പണിത് കഴിഞ്ഞു. അത് അതേപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ ഒരുപാട് വർക്കുകളൊന്നും ഞങ്ങൾക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഒക്കെ ഇതേപോലെ തന്നെ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ വീട് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഓരോ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീടുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വീടൊരു ആഗ്രഹം അതേപോലെ കണ്ടുവയ്ക്കണം, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ. കാരണം പലരും എൻജിനീയർമാർക്ക് കൊടുത്തിട്ട് അവർ ചെയ്തോട്ടെ, നമ്മളിങ്ങനെ കണ്ടിരിക്കാം, നമുക്കത് അത്ര മതി, അങ്ങനെ ആരും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീടിൻ്റെ ആ പൂർണ്ണത കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു മോശം കാര്യം. അതായത് മോശം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പരമാവധി നമ്മളൊരു സ്വപ്നം കാണുക, നമ്മുടെ വീടിനെ പറ്റി ഒരു എങ്ങനെയൊക്കെ ആയിരിക്കണം, എന്തൊക്കെ ചെയ്യണം, അതവിടെ വരണം, ഇതിവിടെ വരണം, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുണ്ടായിരിക്കും എല്ലാവർക്കും, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക്